ഏത് ഖജനാവ് വെച്ചുകൊണ്ടാ ബാലഗോപാലിന് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞത് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണെന്ന്. ഞാൻ പറയാൻ ഒരു കാര്യം, എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. പൂച്ച എല്ലാവർക്കും അറിയാം. പൂച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. പൂച്ച പ്രസവിക്കുന്ന സമയത്ത് അവസാനത്തെ 2 ദിവസം ഇങ്ങനെ ഓടി നടക്കും പരിഭ്രാന്തിയായിട്ട്. അവസാനം അറിയാലോ, ആരും വരാത്ത, ആരും കയറാത്ത, ഒരു പരിപാടി നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ കൂളായിട്ട് പ്രസവിക്കും. ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? അത് തന്നെ ഖജനാവ്. പറയാണ് 5 മാസമായിട്ട് 10 ലക്ഷം രൂപയെ കൂടുതലുള്ള ഒരു ബില്ലും മാറില്ല ഖജനാവിൽ. എന്നിട്ട് പ്രഖ്യാപനത്തോട് പ്രഖ്യാപനം. ഈ സാമ്പത്തിക വർഷത്തിന്റെ നാളെയാകുമ്പോൾ 11 മാസം പൂർത്തിയാവുകയാണ്. ഇനി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതി പ്ലാൻ അതാണ് ഇന്നലെ പ്രസംഗിച്ചത്. അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ പ്രസംഗിച്ച ആളോട് ഞങ്ങളുടെ ചോദ്യം, കഴിഞ്ഞ ഒരു വർഷം ഈ സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 11 മാസം 12 മാസമുള്ള ഇപ്രാവശ്യം 12ാമത്തെ മാസം ഇല്ല, ലാസ്റ്റ് മാസം ഇല്ല, 11 മാസം ഉള്ളൂ. ഇപ്പോ പൂർത്തിയായപ്പോൾ എത്ര ശതമാനം ചെലവാക്കി? 38%. 5 നയാ പൈസ ഇല്ല ഖജനാവിൽ, ഇല്ല. പിന്നെ പറയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഏർപ്പെടുത്തും. 24 ഏർപ്പെടുത്തേണ്ടതാണ്. ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ കാശ് കൊടുക്കേണ്ടി വന്നേനെ. ഇനി എന്താ 5 മാസം പിടിക്കുക റിപ്പോർട്ട് തരാൻ? കാശ് കൊടുക്കേണ്ടതാരാ? അടുത്ത ഗവൺമെന്റാണ് പൈസ കൊടുക്കേണ്ടത്. 1 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ പെൻഷൻകാർക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക് വരുത്തി വെച്ചിട്ടാ നിൽക്കുന്നത് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. കേരളത്തിലെ മുഴുവൻ ഏകദേശം ക്ഷേമനിധികൾ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടി തൊഴിലാളി ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധികൾ തകരുകയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പണം എടുക്കുകയാണ് 10,000 കോടി. അല്ലെങ്കിൽ തന്നെ തകർന്നു നിൽക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അതിന്റെ മീതെ സർക്കാർ കടമെടുക്കുകയാണ്. കിഫ്ബിയുടെ പേരിൽ എടുത്ത കടം കൊടുക്കണം എന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. ദുർഭരണം. എന്നിട്ട് പോണ പോക്കിലോ, ഞാൻ ഇന്ന് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ യാത്ര ചെയ്തപ്പോ ഒരു 100 ബോർഡിന്റെ ഹോർഡിംഗ് വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് സർക്കാരിന്റെ ചെലവിൽ. തെരഞ്ഞെടുപ്പിൽ വെക്കേണ്ട ഹോർഡിംഗ്സ് സർക്കാരിന്റെ എംബ്ലം വെച്ച് ഹോർഡിംഗ്സ് വെച്ചിരിക്കുകയാണ്. എത്ര കോടി രൂപ വേണം? 5 പൈസ ഇല്ലാത്ത ഈ സർക്കാർ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കോ, CPM-ന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കിക്കോ. ഞങ്ങൾ നികുതി അടയ്ക്കുന്ന പണമെടുത്തിട്ടാണ് കേരളം മുഴുവൻ ബോർഡ് വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പ്രചരണം മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ഓണപോക്കിൽ ഒരു സാധനം ഇല്ലാതെ എല്ലാം തൂത്തുവാരിക്കൊണ്ടുള്ള പോക്കാണ് പോകുന്നത്.